എന്താണല്ലേ പൂച്ച പോയ പോക്ക് കൂടെ ഏത് കൂടെ ഒക്കെ പോകാൻ സ്ഥലമുണ്ട് പൂച്ചക്ക്. എന്താ അത് ഐസ്ക്രീമോ? എവിടെ ഐസ്ക്രീം? ഇത് പെടുന്ന കിട്ടി ഞാൻ അറിഞ്ഞില്ലല്ലോ. സതിയേട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതാണേ. സ്കൂള് വിട്ട് തുണിയും കൂടി മാറ്റാണ്ട്. ഇന്നലെ ഞങ്ങള് ഏകാദശി വിളക്കിന് പോയില്ലേ. ഏകാദശി വിളക്കിന് പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ വന്ന് മഴ ചാറി കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അമ്മൂനുള്ളത് മഴയല്ലേ, ഇവൾക്ക് പിന്നെ വാങ്ങിക്കൊടുക്കാന്നിട്ട്. അബദ്ധവശാൽ ഞാൻ എന്ത് പറഞ്ഞു എന്നറിയോ, അവിടെ ഐസ്ക്രീമിന് നല്ല വിലയായി. ശരിക്കും ഇന്നലെ വേറെ എന്തെങ്കിലും തിന്നേണ്ട പൈസ ഐസ്ക്രീമിനായി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇന്നലെ അമ്മു കരയുക, എനിക്ക് മാത്രം വാങ്ങി തന്നില്ല. അമ്പലത്തേക്ക് വരും പിന്നെ അമ്പലത്തേക്ക് വരണായിരുന്നു. എന്താ വരാൻ? എന്നിട്ട് പൂരം കാണാൻ വരും ചെയ്യേണ്ട. അവൾക്ക് ഇങ്ങോട്ട് സങ്കടം. അവൾക്ക് വരാൻ എന്താണ് അമ്പലത്തേക്ക് വരാന്. അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം അവൾക്ക് അവിടെ ഭക്ഷണവും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം കുട്ടിക്ക് ഞങ്ങൾ എന്നിട്ട് വിചാരിച്ച് വാങ്ങണമെന്ന്. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിലല്ല ഞങ്ങൾ വന്നത്, വണ്ടിയിലല്ല നടന്നിട്ടാണ് വന്നത്. പിന്നെ മഴയും പെയ്തിട്ട് മഴ നനഞ്ഞിട്ടാട്ടോ വന്ന്. അപ്പം എങ്ങനെ പോയി കഴിഞ്ഞു വെച്ചാലും എന്താവും എന്നറിയോ, ഫുള്ള് ഇവിടെ വരുമ്പോഴേക്ക് അലിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചാ പിന്നെ അവള് വെള്ളത്തിൽ പോയായിരുന്നു. എന്നിട്ട് അനിയന് അമ്മു കരയുന്ന കണ്ടപ്പോ കരയുക പറഞ്ഞു വെച്ചാൽ എന്താ അവള് എനിക്ക് സങ്കടം വരും. ഏട്ടനും കിച്ചുട്ടനും കൊട്ടശ്ശേരി പോയിട്ടാ. അവര് പെരും മഴ കൊണ്ടിട്ടാ വന്നത്. എന്താ അതിൽ അനിയന് ഭയങ്കര വിഷമായി. വേഗം അനിയൻ പോയിട്ട് ഇതാണ്ടോ ഈ ഐസ്ക്രീമും പൊറോട്ടയും വാങ്ങിട്ട് വന്നു. പോയിട്ട് കുട്ടികൾക്ക്. എന്നിട്ട് ആരും ഇന്നലെ പൊറോട്ട കൊണ്ടുവന്നിട്ട് ഒറ്റ കുട്ടി പൊറോട്ട കഴിച്ചില്ല. വെറുതെ വാങ്ങിക്കൊടുന്നു എന്നല്ലാതെ എല്ലാ മക്കളും ഐസ്ക്രീമും അതേപോലെ ഇന്നലെ കുറേ പൊരി മുറുക്കും കഴിച്ച് പഴവും കഴിച്ച് അവിടെ മക്കളുടെ വയറ് ഫുള്ള് നിറഞ്ഞ്. പിന്നെ എങ്ങനെ മക്കൾ കഴിക്കുന്നത്? നമ്മുടെ അവിടുത്തെ പിള്ളത്തുണ്ട് പോലെ അത് അവിടെ കണ്ടില്ലേ പിള്ളത്തുണ്ട്. ഞാൻ ഒരു എങ്ങനെ പറയുക, ഉച്ച വരെ ഇവിടെ പണിയെടുക്കുകയായിരുന്നു കേട്ടോ. ഉച്ച വരെ ഓരോന്ന് ഇതാണ്ടാവും ഇവിടെ അടിച്ച്. ഇനി ഇതൊക്കെ നമ്മളിങ്ങനെ തുടച്ച് വേണമല്ലേ ഏട്ടാ വൃത്തിയാവുക. അത് കുറേ തുടയ്ക്കുമ്പോൾ നല്ല മിനുസാവും. കുറേ തുടയ്ക്കുമ്പോൾ നല്ല മിനുസാവും. അടുപ്പ് വെക്കണം. അടുപ്പ് വെക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഗ്രില്ല് ഇടേണ്ട കാര്യത്തിന് അവർ വന്നിരുന്നു. അവർക്കാണ് പറഞ്ഞു വെച്ചാൽ തൃശ്ശൂർ പണിക്ക് പോയി വേണ്. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ എന്തായാലും എടുക്കുന്ന പറഞ്ഞത്. 2 ആഴ്ച നമ്മുടെ പൊന്നൂനെ നോക്കാനില്ല കേട്ടാ. ഇത്രയും പണി അവർ ചെയ്തിട്ട് പിന്നെ അവർക്ക് തിരക്കാണ്. നിങ്ങൾ വേഗം വന്ന് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ഒഴിവും കൂടി നോക്കണ്ടേ. വേഗം വരുമെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് നോക്കിയപ്പോൾ തിരക്കാണ്, അതുകൊണ്ടാണ് വരാത്തത് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്തില്ലേ, സമയത്ത് എന്താ നമ്മുടെ അടുപ്പിൽ അവിടെ ചോറ് വയ്ക്കുമ്പോൾ നമുക്കിവിടെ ഒന്ന് കഷ്ടം നുറുക്കേ കലവിലെ വർത്താനങ്ങൾ പറയേ ഒക്കെ ചെയ്യാലേ. എന്താ ചെയ്യാ, എല്ലാം ചെയ്യാ. അവിടെ കിടക്ക ഉറങ്ങാ. ഇവിടെ ഞാൻ തുടച്ചിട്ട് ഇവിടെ തുണിട്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഇപ്പം വീഡിയോയിൽ എങ്ങനെ ഇതിൽ കാണുന്നുണ്ട് അറിയില്ല. ഇന്ന് 2-ാം തീയതി ആയില്ലേ. ഇനി നമുക്ക് എത്ര ദിവസം ഉണ്ട്? 26 ദിവസം ഉണ്ട് അല്ലേ. നാളെ ഒരു സിം എടുക്കാം. വരുന്നവരൊക്കെ ഒന്ന് പറയണം കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ടിട്ട് നാളെ ആക്ടിവേഷൻ ആവുക എപ്പോഴാണാവില്ല. നാളെ ആക്ടിവേഷൻ ആയി കിട്ടും. ഇന്ന് എടുക്കുക സിം വൈകുന്നേരത്ത് വിട്ട്. ഇന്നിപ്പോൾ സിം കിട്ടുമോ? പിന്നെന്താ വൈകുന്നേരത്ത് കിട്ടില്ലേ? സമയം കഴിഞ്ഞില്ലേ, 5 മണിക്കുള്ള ഓഫീസ് പോകേണ്ടി വരും. ഫോൺ കടയിൽ നിന്ന് കിട്ടില്ല. അത് ഒന്നല്ലെങ്കിൽ ജിയോ എടുക്കണം അല്ലെങ്കിൽ BSNL എടുക്കണം. മതി ജിയോ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ജിയോ ഇവിടെ കിട്ടുന്നുണ്ട്. അതന്നെ ജിയോ മതി, ഏതെങ്കിലും ഒന്നും മതി. അപ്പോൾ അതെല്ലാം റേഞ്ചുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അത് കിട്ടുള്ളൂ. അപ്പോഴേ കിട്ടുമോ എനിക്കറിയില്ല. പോയി നോക്കിക്കണം. ഫോൺ കടയിൽ കിട്ടില്ലേ സിം? ഫോണിൽ ഇവിടെ അങ്ങനെ ഞാനവിടെ പോയിട്ട് എടുത്ത ഒരു പ്രാവശ്യം അവർ സ്റ്റോറിൽ പോയിട്ട് ജിയോ സ്റ്റോറിൽ പോയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുള്ളവരൊക്കെ വരണം കേട്ടോ.
വരണമെന്ന് പറഞ്ഞു വെച്ചാൽ വരുന്നത് പറയുകയും ചെയ്യണേ. നമുക്കറിയാതെ ഒരു കാര്യം അല്ലേ? കോഴിക്കോട്ട് നിന്ന് ആരൊക്കെയോ പുറപ്പെട്ട് നിൽക്കുന്നതൊക്കെ അറിഞ്ഞു. കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരണം പറഞ്ഞിട്ട് നിൽക്കുന്നു. അയ്യോ എനിക്കെവിടെ പാപ്പാ? അമ്മ ഇതെന്താ അത്? എന്താ നോറി മെല്ലെ ഔ മെല്ലെ വന്ന ചെരുപ്പ് ഇടാണ്ട് ചാക്കിൽ ചവിട്ടുമ്പോ പിടിച്ചു 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 കൊണ്ടുവന്ന് തന്നേക്കണ നോക്കേട്ടാ. ഇതെന്തിനത്? ഇതാർക്ക മുത്തേ? അണക്കാണപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പോൾ അത് അവിടുന്ന് കഴിച്ചാൽ പോരാനല്ലേ? അതാ പൊട്ടിച്ചേർന്നോ? അതിനാണ് ഇപ്പൊ ഇവിടെ വന്ന്. നിങ്ങൾ കേറി ഇരിക്കേ ബായോ മുത്തേ. കുട്ടി ഇവിടെ നിന്ന് കഴിച്ചോ? എന്താ അച്ഛാ പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടുന്ന് കയറ്റിക്കൊണ്ടെന്ന് ഇവിടെ വന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് പോവുക പറഞ്ഞു കഴിഞ്ഞാൽ ഓ എവിടെ ചേരുന്നു കുട്ടി ഇവിടെ ഇരുന്നേ. ഇവിടെ തിണ്ടിലിരുന്നേ. ഇവിടെ ഇരുന്നേ. അവിടെ ഇരുന്നേ. ഓ വേണ്ട അച്ഛാ. ഞാൻ വിചാരിച്ച എനിക്ക് തിന്നാൻ കൂടെ നേരിയാണ് കൂറുമ്പൻ. അമ്മായി എവിടെ? അമ്മായി പോയി. പെങ്ങളുണ്ടായിരുന്നട്ടെ. പെങ്ങളിന്ന് പോയി. അപ്പോൾ എന്നാ പെങ്ങള് പോണ വരെ ഇവനെ ഭക്ഷണം പേർക്ക് 2 പേർക്കും കുഞ്ഞുണ്ണിക്കാണെന്ന് വെച്ചാലും കുഞ്ഞനൊക്കെയാണെന്ന് വെച്ചാലും ചോറ് ഇങ്ങനെ കൊടുക്കുകയെ. അപ്പോൾ അവൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോറ് വേണമെന്ന് അറിയില്ല കേട്ടോ. മാമു അല്ലേ? അമ്മായി പോയി. അമ്മായിക്ക് കൈവേദന ആയിട്ട് വന്നതാ. വല്ലാത്തൊരു ശൂന്യത. ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോയപ്പോഴേ ഇവരൊക്കെ എന്താ ഏട്ടനൊക്കെ പെങ്ങളുടെ എങ്ങനെ പറയുക പെങ്ങളെ ജീവന കേട്ടോ. നല്ല ഇഷ്ടമാണ്. അതങ്ങനെ തന്നെയല്ലേ? കുഞ്ഞിപ്പെങ്ങളല്ലേ ആർക്കും ഇഷ്ടമല്ലേ അല്ലേ? എന്തൊന്നും വിടാത്തത്? എന്താ വെച്ചാൽ ഏട്ടനൊക്കെ കുറച്ചായി കഴിഞ്ഞിട്ടല്ലേ അവളുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഏട്ടനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? മയത്തിൽ സംസാരിക്കും. പക്ഷെ എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ഏട്ടന് സൗണ്ട് കുറച്ച് ഉച്ചത്തിൽ വരും. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. പക്ഷെ പാവാണ്. എങ്ങനെ പറയുക, ഉള്ളിൽ വെക്കാനറിയില്ല. അതുകൊണ്ടൊരു വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ? എന്താ പെങ്ങൾക്ക് കയ്യവേദന ഇട്ട് വന്നതാണ്. കയ്യവേദന എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ടെന്നീസ് ചെൽവോ എന്തോ ഒരു പേര് അവൾക്ക് തന്നെ അറിയാതെ. എന്ത് ടെന്നീസ് അങ്ങനെ അത് അതിൻ്റെ സർജറി സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം അത്ര ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ നിന്ന് മജ്ജ അങ്ങോട്ട് ഇറങ്ങി പോകും. അതുകൊണ്ട് ഭയങ്കര വേദന എത്ര കൈ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം മാങ്ങഞ്ചി ഒന്ന് ചിരണ്ടി പിറ്റേ ദിവസം ഒന്നുമല്ല അന്നേക്ക് തന്നെ വേദന ആയില്ലേ. എന്നിട്ട് ആശുപത്രി പോയി കേട്ടോ. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കേട്ടാ, കയ്യിൻ്റെ ഇവിടെ ഇഞ്ചക്ഷൻ വെച്ച് കുറച്ച് ദിവസം റെസ്റ്റ് ആയിരുന്നു. നമ്മളത് പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. വയ്യായ മാറട്ടെ അല്ലേ, മാറിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല. ഇപ്പം അങ്ങോട്ട് പോയിട്ടാ. കുട്ടികളും അവിടെ ഇല്ലേ, എന്താ മക്കൾ 3 പേര്. അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് പോകേണ്ട കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ വീട്ടിൽ എന്താ ഒരു ചേച്ചി നാത്തൂനുണ്ട്. മക്കൾക്ക് അമ്മ അടുത്തുണ്ടെങ്കിൽ തന്നെ ശരിയുള്ളൂ. ഭക്ഷണത്തിൻ്റെ അല്ല, പണിയെടുക്കേണ്ട കാര്യത്തിനൊക്കെ ചേച്ചി അമ്മയൊക്കെ ഉണ്ട്. എന്നാലും കുട്ടികൾക്ക് അവളില്ലാണ്ട് ഒരു ഇടങ്ങാറല്ലേ. അവൾക്ക് 2 ഇരട്ടക്കുട്ടികളാട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ചെക്കൻ കുട്ടികളും 2 ഇരട്ടക്കുട്ടികളും മോളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് വരാൻ താല്പര്യം? അതേപോലെ ലേട്ടാ അതിനൊക്കെ നാളെ ഒരു നമ്പർ എടുത്തിട്ട് നാളെ വീഡിയോയിൽ ഇടാട്ടോ. അപ്പോഴാണ് കൃത്യമായിട്ട് വിളിക്കാനും ലൊക്കേഷൻ അയച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. നാളെ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ശരിയാക്കണം. ഇന്നലെ ഞാൻ കേട്ടതൊക്കെ ശരിയാക്കണം എന്ന് വിചാരിച്ചത്. 1-ാം തീയതി മുതൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ 1-ാം തീയതി മുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയില്ല. ഇന്നാണ് പറഞ്ഞു വെച്ചാൽ ഓരോ ഓട്ടപ്പാച്ചിലുകൾ കാരണം ഇന്നൊന്നും നടന്നില്ല. പിന്നെ ഇനി നമുക്ക് എന്താ ഗ്രില്ലിൻ്റെ പണി, അടുപ്പിൻ്റെതാകണ്ടോ, അടുപ്പ് വെക്കണം. അടുപ്പ് വെക്കൽ പിന്നെ വേഗം കഴിയും തോന്നുന്നു അല്ലേ? വിളിച്ചു പറഞ്ഞാൽ നാളെ തന്നെ വരില്ലേ? തീരില്ലേ? ഇപ്പോൾ അതാണ്ടോ ഗ്രില്ലിടാണ്ട് ഇവിടെ ഫുള്ള് നമ്മുടെ എന്താ പൂച്ചകൾ വന്നിട്ട് ഇപ്പോൾ ഗ്രില്ലിടേണ്ട കാര്യവും ഇത് നടക്കില്ല. അത് പിന്നെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഓപ്പണായിട്ട് കിടക്കട്ടെ. നമ്മുടെ പുറത്ത് അടുക്കളയില്ലേ,
അധികം എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ 6 വർഷത്തെ ഞങ്ങളുടെ സ്വപ്നം, അതിൻ്റെ മുമ്പേ നമ്മുടെ ഓരോ 30 ദിവസം കൂടി ഇല്ല. 30 ദിവസം കൂടി ഇല്ല. സത്യം പറയാലോ, എന്താ സത്യം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മാത്രല്ല. സത്യം പറയാലോ, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാരണം എല്ലാ അമ്മമാരുടെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം എല്ലാം പാടെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് എന്താ അങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ അനിയനാണ് വെച്ചാൽ നമ്മുടെ കുടുംബം, നമ്മുടെ 2 അനിയന്മാർ എല്ലാവരും നമുക്കൊരു സമയത്തിലേട്ടാ അവർക്ക് പറ്റുന്ന ഓരോ കാര്യങ്ങളിലേ വീട് പണിയുടെ എന്ന് വെച്ചാലും ഒരാളോട് നന്ദി പറയുന്നല്ല, പക്ഷെ ഒക്കെ ഒരു സമയത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മുടെ ഇരിക്കാനൊരു വീടായി നമുക്ക്. പക്ഷെ അമ്മൂട്ടി മാത്രം ഒരു ദിവസം ഇവിടെ വന്ന് കടന്നിട്ടേ ഇല്ല. അമ്മ അവിടെ തന്നെ കേട്ടോ, കുളിക്കാനും വരില്ല കേട്ടോ കുട്ടി. അതെന്തോ അമ്മേ കുളിക്കാനും വരില്ല, കിടക്കാനും വരില്ല. അവൾക്ക് അവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അവൾക്ക് അവിടെ കിടന്നാലേ അത്ര ഉറക്കം വരും. കൊടിക്കും. അപ്പോഴേ നമ്മളെ വീഡിയോ നിർത്തുക കേട്ടോ. നാളെ നമ്പറൊക്കെ എടുത്തിട്ട് നാളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. നമ്മളിന്നിപ്പോൾ എന്താണെന്നറിയോ, ഒരു വീഡിയോ ഇങ്ങനെ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാലോ അല്ലേ ഏട്ടാ. വാട്സപ്പിൽ നമ്പർ തന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാലോ. എന്താ ഞായറാഴ്ച ദിവസമാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഉള്ള ബസ് അന്നത്തെ ദിവസം ഉണ്ടാവില്ല. അതൊരു ഞായറാഴ്ച ബസ്സിന് ലീവാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലടിക്കോട്ടുനിന്ന് ഇവിടെ കോണിക്കഴി വന്നിറങ്ങി ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും. ഇല്ലെങ്കിൽ കോങ്ങാട്ടിൽ നിന്നാണ് പറഞ്ഞു വെച്ചാൽ കോങ്ങാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ. കോങ്ങാട്ടിൽ നിന്ന് ബസ് വരികയാണെന്ന് വെച്ചാലും കല്ലടിക്കോട് പോണ ബസ്സാണ് പറഞ്ഞു വെച്ചാൽ കോണിക്കഴി നിൽക്കുക ഇല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അല്ലേ, എത്ര പേർക്ക് വരാൻ അതൊക്കെ പറയാം, നല്ല കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ പറയുകൊണ്ടു. അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. പാമ്പിനെ കളഞ്ഞോ, മിടുക്കൻ. എൻ്റെ കുട്ടി മിടുക്കൻ. ഒരു ടാറ്റ എന്നാ, നാളെ കാണാ.